ഹലോ മക്കളെ, നമസ്തേ. എ പ്ലസ് ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇക്കായി തീനാണ് നോക്കാൻ പോകുന്നത്. ഇക്കായി തീൻ കാ നാം ക്യാ ഹേ? താനാ ബാന. അപ്പോൾ നമുക്ക് ഇക്കായി തീനിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. മീട്ട സന്തര എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? യായാവറാണ്. ഓക്കെ, ഇതൊരു സംസ്മരണമാണ്. എന്താ മക്കളെ സംസ്മരൺ എന്ന് പറഞ്ഞാൽ? ഓർമ്മക്കുറിപ്പാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? മീട്ട സന്തര. മീട്ട മീൻസ് സ്വീറ്റ്, സന്തര മീൻസ് ഓറഞ്ച്. मैम जब भी शिलांग में बिताए दिनों की याद करता हूँ तो मुझे बूटी का याद आती है. मैम जब भी ഞാൻ എപ്പോഴൊക്കെയാണോ ഷിലാങ് മേം ബിതായ ദിനോംകോ, ഷിലാങ്ങിലെ ബിതായ ദിനോം എന്ന് പറഞ്ഞാൽ സ്പെൻഡ് ചെയ്ത ദിവസങ്ങളുടെ യാദ് കർത്താഹും ഓർമ്മിക്കുന്നത്, ആ ദിവസങ്ങൾ ഓർക്കുന്നത്. മുझे ബൂട്ടി കാങ് യാദ് ആത്തി ഹേ. ആ സമയത്തൊക്കെ എനിക്ക് ആരെ ഓർമ്മ വരും? ബൂട്ടി കാങ്. ബൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ, കാങ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? കാങ്. ബൂട്ടി കാങ് മീൻസ് ഒരു വയസ്സായ ഒരു കച്ചവടക്കാരിയെ, ഒരു സെല്ലറിനെ ഓർമ്മ വരും. വെനെവർ ഐ തിങ്ക് ബാക്ക് ടു മൈ ഡേയ്സ് ഇൻ ഷിലോങ് ഐ റിമെമ്പർ എ ഓൾഡ് കാങ്. വഹാ മേം മൽക്കി ഹിൽസ് മേം രഹ്താദ. അപ്പോൾ ഷിലോങ്ങിലെ ഈ റൈറ്റർ എവിടെയാണ് താമസിച്ചിരുന്നത്? മൽക്കി ഹിൽസിലാണ്. ഓക്കെ, ഐ ലീവ്ഡ് ഇൻ മൽക്കി ഹിൽസ് ദ. वह हमारा घर के पास ही छोटी सी गुमड़ी में बैठी मौसमी फल ബേച്ച്തി തി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാങ്ങിനെ കുറിച്ച് പറഞ്ഞു. കാങ് എന്ന് പറഞ്ഞാൽ ആരാണ്? സെല്ലറാണ്, ഒരു കച്ചവടക്കാരിയാണ്. അപ്പോൾ അവർ, ഇവിടെ വഹ് എന്ന് പറയുന്നത് അവൾ എന്നാണ് കേട്ടോ. അതായത് ആ കച്ചവടക്കാരിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വഹ് ഹമാരെ ഗർക്കെ പാസ് ഹി, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചോട്ടീസി ഗുമടിമേം. ചോട്ടീസി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗുമടി, ഒരു സ്റ്റാളിൽ ബൈറ്റി ഇരുന്നിട്ട് മൗസമി ഫൽ ബേച്ച്തി തി. മൗസമി ഫൽ മീൻസ് സീസണൽ ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഓരോ ടൈമിലും ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ, സീസണിനെ ബേസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു ആളായിരുന്നു ആര്? ഈ കാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഷീ യൂസ്ഡ് ടു സിറ്റ് ഇൻ എ സ്മോൾ സ്റ്റാൾ നിയർ അവർ ഹൗസ് സെല്ലിംഗ് സീസണൽ ഫ്രൂട്ട്സ്. അപ്പോൾ ഏതൊക്കെയാണ് സീസണൽ ഫ്രൂട്ട്സ് ആയിട്ട് അവൾ വിറ്റിട്ടുണ്ടായിരുന്നത്? നമുക്ക് നോക്കാം. സന്തരെ. സന്തരെ നമ്മൾ ഓൾറെഡി അതിൻ്റെ മീനിങ് പറഞ്ഞു. എന്താണ് മക്കളെ സന്തര എന്ന് പറഞ്ഞാൽ? ഓറഞ്ച് ആണ് അല്ലേ. കേലെ. കേലെ എന്ന് പറഞ്ഞാൽ എന്താ? ബനാനാസ് ആണ് അല്ലേ. പ്ലം. പ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇംഗ്ലീഷ് വേർഡ്. എന്താണ്? പ്ലംസ് ആണ്. പൈനാപ്പിൾ, അത് നമുക്കറിയാം. ഉബലെ ശക്കർകന്ത്. ഉബലെ ശക്കർകന്ത് എന്ന് പറഞ്ഞാൽ, ഉബലെ എന്ന് പറഞ്ഞാൽ ബോയിൽഡ് ആണ്, സ്വീറ്റ് പൊട്ടറ്റോസ് ആണ്. പിന്നെന്താ? ബിസ്ക്കറ്റ് ആണ്. ചോക്ലേറ്റ് ആണ്. പേപ്പർമേറ്റ് അല്ലെങ്കിൽ പെപ്പർമിൻസ് ആണ്. ഓക്കെ, സ്കൂളി ബച്ചെ ഉസ്കെ നിയമിത് ഗ്രഹത്തി. അപ്പോൾ സ്കൂളി ബച്ചെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ആയിരുന്നു ഇവളുടെ നിയമിത് ഗ്രഹക്. നിയമിത് ഗ്രഹക് എന്ന് പറഞ്ഞാൽ റെഗുലർ കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉപ്പിലിട്ട എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? നമ്മൾ അവിടുത്തെ റെഗുലർ കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ അതേപോലെയുള്ള ഈ സ്കൂളിലെ കുട്ടികളായിരുന്നു ഇവളുടെ റെഗുലർ കസ്റ്റമേഴ്സ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. മേം ബി ഉദർ സെ ജാത്തെ ആത്തെ ഉസ് ദുകാൻ സെ കുച്ച് നാ കുച്ച് ഖരീദ. മേം ബി ഉദർ സെ ജാത്തെ ആത്തെ, ഞാനും ഉദർ സെ അതിലൂടെ, ജാത്തെ ആത്തെ വരെയും പോവുകയും ചെയ്യുകയാണെങ്കിൽ, ഉസ് ദുകാൻ സെ ആ ദുക്കാനിൽ നിന്ന്, ദുക്കാൻ എന്ന് പറഞ്ഞാൽ ഷോപ്പാണ് കേട്ടോ. കുച്ച് നാ കുച്ച് എന്തെങ്കിലും, ഖരീദ വാങ്ങിക്കും. ഐ വുഡ് ഓൾസോ ബൈ സംതിങ് ഫ്രം ദാറ്റ് ഷോപ്പ് എവ്രി ടൈം ഇഫ് ഐ പാസ്ഡ് ബൈ. തോടി ഗപ്ഷപ്പ് ബി കർത്ത. പിന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുക മാത്രമല്ല ചെയ്യൽ, പിന്നെന്താ ചെയ്യുക? തോടി കുറച്ച്, ഗപ്ഷപ്പ് എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യുക, അതായത് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഐ വുഡ് ഓൾസോ ചാറ്റ് എ ബിറ്റ്. കബി കബി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ബി ബൈറ്റി ഹോത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരെ കാണുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ആരുണ്ടാവാറുണ്ട്? അവരുടെ പോത്തി കോൻഹേ. പോത്തി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഡോട്ടറാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് അവരുടെ ഗ്രാൻഡ് ഡോട്ടറും അവരുടെ കൂടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. സംടൈംസ് ഹിസ് ഗ്രാൻഡ് ഡോട്ടർ വുഡ് ഓൾസോ സിറ്റ് വിത്ത് ഹെർ. നെക്സ്റ്റ് പേജിലേക്ക് പോകാം.
ഏക് ദിൻ വൺ ഡേ മേം ഗർ ലൗട്ടെ സമയ് ഉദർ സെ ഗുജറാത്തോ. ഞാൻ വീട്ടിൽ നിന്ന് ലൗട്ടെ സമയ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്തെ ഉദർ സെ ഗുജറാത്തോ അതിലൂടെ പാസ് ചെയ്തപ്പോൾ ഉസ്സെ ഗപ് ഷപ്പ് കർണേ കെ ലിയെ ടഹർ ഗയ. ഞാൻ അവളുമായി സംസാരിക്കാൻ അങ്ങോട്ടേക്ക് പോയി. വൺ ഡേ as I passed by on my way home, I stopped to chat with her. Then I asked. മേംനെ ഉസ്സെ പൂച്ച എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് ചോദിച്ചു. Then I asked to her, സന്തര മീഠാ ഹേ. എന്താണ്? ഈസ് ദിസ് ഓറഞ്ച് സ്വീറ്റ്? ഈ ഓറഞ്ച് മധുരമുള്ളതാണോ? അപ്പോൾ അവൾ എന്താ പറഞ്ഞേ? ഉസ്നെ കഹ, അവൾ പറഞ്ഞു. ഷീ സെഡ്, ഹാ ബഹുത് മീഠ. യെസ്, ഇറ്റ്സ് വെരി സ്വീറ്റ്. അത് വളരെ മധുരമുള്ളത് തന്നെയാണ്. മഗർ ജബ് മേംനെ വഹി സവാൽ ദുഹരായ തോ വോ ബോലി. മഗർ എപ്പോഴാണോ ജബ് മേംനെ വഹി സവാൽ, ആ ഒരു സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യമാണ് കേട്ടോ. ദുഹരായ വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ഞാൻ ആ ചോദ്യം, അതായത് മധുരമുള്ളത് തന്നെയാണോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ തോ വഹ് ബോലി, അവൾ പറഞ്ഞു. വെൻ ഐ റിപ്പീറ്റഡ് ദ സെയിം ക്വസ്റ്റ്യൻ ഷീ സെഡ്, എന്താ പറഞ്ഞത് അവൾ? മീഠാ ഹേ തോ ക്യോം നെഹി മീഠാ ഹോഗി. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്? മധുരം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും എന്തായിരിക്കും? മധുരമുള്ളത് തന്നെ ആയിരിക്കില്ലേ എന്നവൾ പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കാം? അവൾക്ക് നല്ല ദേഷ്യം വന്നു. കാരണം എന്താ? ഓൾറെഡി അവൾ പറഞ്ഞതാണെന്ത്, ഇത് നല്ല മധുരമുള്ള സ്വീറ്റ് ആണെന്ന്. പിന്നെ അവൾ ചോദിക്കുവാണ് മധുരമുള്ളത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഒരു ദേഷ്യവും ആണ് അവളങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഞാൻ ചോദിക്കുവാണ്, കിത്തിനി ചീനി ഡാലി, നീ എത്ര ഷുഗറാണ് അതിലേക്ക് ഇട്ടത്? അപ്പോൾ നല്ല മധുരമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തമാശ രൂപത്തിൽ ചോദിക്കുവാണ്, നീ എത്ര പഞ്ചസാരയാണ് ഇതിൽ ആഡ് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ചു. ഹൗ മച്ച് ഷുഗർ ഡിഡ് യു ആഡ്? ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. ഓ സമജ് ഗയി മേം മസാക്ക് കർ രഹാ ഹേ. അപ്പോൾ അവൾക്ക് മനസ്സിലായി മസാക്ക് എന്ന് പറഞ്ഞാൽ ജോക്ക് ചെയ്യുവാണെന്ന്. ഷീ അണ്ടർസ്റ്റുഡ് ഐ വാസ് ജോക്കിംഗ് ഹർ. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്? ഷീ വഹ് ബോലി ഏക് പൗവ. അവൾ എന്താ പറഞ്ഞത്? ഇതൊരു അളവുകോലാണ്, ഏക് പൗവ, ഒരു പൗവ ആണ് ഞാൻ ആഡ് ചെയ്തതെന്ന് അവൾ പറഞ്ഞു. മേംനെ കഹ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഏക് പാവ് ചീനി മേം തോ ജ്യാദാ മീഠാ നെഹിം ഹോഗ. അപ്പോൾ ഒരു പാവ് ചീനിയാണ് നീ ഇതിലേക്ക് ആഡ് ചെയ്തതെങ്കിൽ ഇതിൽ ഒരു മധുരവും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഏക് പാവ് എന്ത് ചെയ്യില്ല? മതിയാവില്ല. ഓക്കെ, പൗവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടറാണ് കേട്ടോ, ക്വാർട്ടർ. അപ്പോൾ ഒരു ക്വാർട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഷുഗർ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്? അവൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്? ഒരു ക്വാർട്ടറൊന്നും എനിക്ക് മതിയാവില്ല. അപ്പോൾ I said, one pawa sugar won't be very sweet. वो हंसते हुए दो उंगलियां दिखाकर बोली. वह हंसते हुए എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട്, ദോ ഉംഗലിയാം ദിക്കാക്കർ, രണ്ട് ഫിംഗേഴ്സ്, ഉംഗലിയാം എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ് ഇങ്ങനെ ദിക്കാക്കർ ഷോ ചെയ്തുകൊണ്ട് പറഞ്ഞു, ദോ പവ. അപ്പോൾ ഒന്നല്ല ആഡ് ചെയ്തത്, എത്ര പവ ആഡ് ചെയ്തിട്ടുണ്ട്? 2 പവ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഷീ ലാഫ്ഡ് ആൻഡ് ഷോട്ട് 2 ഫിംഗേഴ്സ് ആൻഡ് സെഡ് 2 ക്വാർട്ടേഴ്സ്. ഹാ തബ് തോ ജറൂർ മീഠാ ഹോഗ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേ? ഹാ എന്നാൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? മധുരം ഉണ്ടാകും. യാ ഇറ്റ് മസ്റ്റ് ബി സ്വീറ്റ് ദെൻ. മേംനെ ഉസ്സെ കുച്ച് സന്തരെ ഗരീദേ ഔർ ഗർ ചലാ ആയ. അപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് സന്തരെ, ഓറഞ്ച് വാങ്ങിയിട്ട്, ഗരീദേ നമ്മൾ ഓൾറെഡി മീനിങ് പറഞ്ഞതാണ്, എന്താണ്? വാങ്ങിയിട്ട്, ഔർ ഗർ ചലാ ആയ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഐ ബോട്ട് സം ഓറഞ്ചേഴ്സ് ഫ്രം ഹർ ആൻഡ് കെയിം ഹോം. കുച്ച് സമയ ബാദ് മേംനെ ഷിലോങ് ചോട് ദിയ. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ സം ടൈം, ഐ ലെഫ്റ്റ് ഷിലോങ് ആൻഡ് ബർസോ മേരെ ഉദർ ജാനാ നെഹിം ഹുവ. ഞാൻ പിന്നെ അങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല. ആഫ്റ്റർ സം ടൈം ഐ ലെഫ്റ്റ് ഷിലോങ് ആൻഡ് ഡിഡ് നോട്ട് ഗോ ദർ ഫോർ ഇയേഴ്സ്. ലഗ്ഭഗ് 20 സാൽ ബാദ് മേം ഫിർ ഷിലോങ് ഗയ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം, എബൌട്ട് 20 സാൽ 20 ഇയേഴ്സ് ലേറ്റർ, ഒരു 20 വർഷങ്ങൾക്ക് ശേഷം, ഐ വെൻറ്റ് ബാക്ക് ടു ഷിലോങ്. ഷിലോങ്ങിലേക്ക് ഞാൻ പോയി. മുझे ഉസ് ബൂട്ടി കാങ്കി യാദായി. അപ്പോൾ അവിടേക്ക് പോയ പാടെ എനിക്ക് ആരുടെ ഓർമ്മയാണ് വന്നത്? ബൂട്ടി കാങ്കി, ആ വയസ്സായ ആ സെല്ലറിൻ്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഉസ്സെ മിൽനെ മേം ഫിർ മൽക്കി ഹിൽസ് ഹുവ. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട്, മിൽനെ മേം കാണാൻ വേണ്ടിയിട്ട്, മിൽനെ കാണാൻ വേണ്ടിയിട്ട്, മേം ഞാൻ, ഫിർ പിന്നീട്, മൽക്കി ഹിൽസിലേക്ക് പോയി. അപ്പോൾ നിയർലി 20 ഇയേഴ്സ് ലേറ്റർ ഐ വെൻറ്റ് ബാക്ക് ടു ഷിലോങ് ആൻഡ് ഐ റിമെമ്പേർഡ് ദാറ്റ് ഓൾഡ് കാങ്. ദെൻ I went to Malki Hills to meet her again. उसी जगह जहाँ वह छोटी सी गुमटी में बैठी हुई फल बेचती थी.
എങ്ങോട്ടാണ് ഞാൻ പോയത്? ദ സെയിം പ്ലേസ് വേർ ഷീ യൂസ് ടു സിറ്റ് ഇൻ ഹെർ സ്മോൾ സ്റ്റാൾ സെല്ലിങ് ഫ്രൂട്ട്സ്. എവിടെയാണോ അവൾ ഇരുന്ന് ആ ഫ്രൂട്ട്സൊക്കെ വിറ്റുകൊണ്ടിരുന്നത് ആ ചെറിയ ഷോപ്പിലേക്ക് ഞാൻ അവളെ കാണാൻ വേണ്ടി പോയി. ദുക്കാൻ തോ വഹീദി, ദ ഷോപ്പ് വാസ് ദ സെയിം. ആ ഷോപ്പ് എന്തായിരുന്നു? സെയിം ഷോപ്പായിരുന്നു, ഒരു മാറ്റവും ഇല്ല. മഗർ വഹ് വൃദ്ധ കഹിം നസർ നെഹിമായി, പക്ഷേ ആ ഓൾഡ് വുമണിനെ അവിടെ കാണാനേ കഴിഞ്ഞിരുന്നില്ല. ബട്ട് ദ ഓൾഡ് വുമൺ വാസ് നോവർ ടു ബി സീൻ, അവിടെ കാണാനേ എനിക്ക് കഴിഞ്ഞില്ല. വഹാമേക്ക് യുവതി ബൈട്ടീതി, അവിടെ ഒരു ചെറിയ യുവതി ഇരിക്കുകയായിരുന്നു. ഓക്കെ, എ യങ് വുമൺ വാസ് സിറ്റിംഗ് ദ ഉസ്കെ പാസ് ഉസ്കി ചോട്ടി സി ലടുക്കി ബി ബൈട്ടി തീ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ആ യങ് വുമൻ്റെ അടുത്തായിട്ട് ഉസ്കെ പാസ് അവളുടെ അടുത്തായിട്ട് ഉസ്കി ചോട്ടി സി ലടുക്കി അവളുടെ ചെറിയൊരു പെൺകുട്ടിയും ബൈട്ടി തീ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഹെർ ലിറ്റിൽ ഡോട്ടർ ഓൾസോ സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹെർ. ദുക്കാൻ വൈസേ ഹിതി, ആ ദുക്കാൻ അതേപോലെയാണ്, ഒരു മാറ്റവുമില്ല. ജൈസെ വഹ് അബ്സെ 20 സാൽ പെഹലെ ഹുവാ കർത്തീതി, ഞാനൊരു 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എങ്ങനെയാണോ ഈ ഷോപ്പ് കണ്ടത് അതേപോലെ തന്നെയാണ് ആ ഷോപ്പിൻ്റെ ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ദ ഷോപ്പ് വാസ് ദ സെയിം ആസ് ഇറ്റ് ഹാഡ് ബീൻ 20 years ago. ദെൻ മെംനെ ഉസ് കാങ് സെ ഉസ് ബൂട്ടി മഹിളാക്കെ ബാരമേ പൂച്ച. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ആ സെല്ലറിനോട് ഞാൻ ഈ ഓൾഡ് വുമണെ കുറിച്ച് ചോദിച്ചു. I asked to that seller about the old woman. പത്താ ചല വോ ഉസ്കി നാനി ദി ജോ അബ് നഹീം രഹി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈ ഇരിക്കുന്ന ആ യങ് വുമൻ്റെ നാനി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ആയിരുന്നു എന്നത്. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല എന്നും ഞാൻ മനസ്സിലാക്കി. ഇറ്റ് ടേൺഡ് ഔട്ട് ഷി വാസ് ഹിസ് ഗ്രാൻഡ് മദർ ഹു ഹാഡ് പാസ്ഡ് അവേ. कुछ समय गपशप कर चलते समय संदरा लेने के ख्याल से हमेशा की तरह उससे पूछा. അപ്പോൾ കുച്ച് സമയം ഗപ്ഷപ്പ് കർ ചലത്തെ സമയം, അപ്പോൾ കുറച്ച് സമയം ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്തു? സന്ദര ലേനേക്ക് ഖയാൽ സെ ഹമേഷാക്കി തരഹ് പൂച്ച, ഈ ഓറഞ്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു. എല്ലായ്പ്പോഴും ചോദിക്കുന്നത് പോലെ ഞാൻ അവരോട് ചോദിച്ചു. എല്ലായ്പ്പോഴും ആരോടാണ് ചോദിക്കുക? ആ യങ് വുമണിനോടാണ്. അപ്പോൾ ആ ഓൾഡ് വുമണിനോടാണ് അല്ലേ? അപ്പോൾ അതേപോലെ ഈ യങ് വുമണിനോടും ഞാൻ ചോദിച്ചു. ആഫ്റ്റർ ചാറ്റിംഗ് ഫോർ എ വൈൽ ഐ ആസ്ക്ഡ് ഹെർ ആസ് യൂഷ്വൽ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ടേക്കിംഗ് സം ഓറഞ്ച്. എന്താണ്? മീഠാ ഹേ, ഈസ് ഇറ്റ് സ്വീറ്റ്? ഇതെന്താണ്, മധുരമുള്ള ഓറഞ്ചാണോ? അപ്പോൾ അവളെന്താ പറഞ്ഞത്? ഷീ സെഡ് ഇറ്റ്സ് വെരി സ്വീറ്റ്. എന്താണ്? വോ ബോലി ബഹൂത്ത് മീഠാ ഹേ. അവളെന്താ പറഞ്ഞത്? വളരെ ടേസ്റ്റ് ഉള്ളതാണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണത്. മഗർ ജബ് മേംനെ വഹി പ്രശ്നെ ദോഹരായ തോ വഹ് തോടാ നാരാസ് ഹോക്കർ ബോലി. അപ്പോൾ ആ ബൂട്ടി കാങ്ങിനോട് ഞാൻ റിപ്പീറ്റ് ചെയ്തല്ലോ, ഇത് മധുരമുള്ളതാണോ എന്ന് വീണ്ടും ചോദിച്ചിരുന്നില്ലേ? ഓർക്കുന്നില്ലേ നിങ്ങൾ? അതേപോലെ ഈ ഒരു യങ് വുമണിനോടും ഞാൻ ചോദിച്ചു. എന്ത്? രണ്ടാമതായിട്ട് ഇത് ശരിക്കും മധുരമുള്ളതാണോ എന്ന്. ബട്ട് വെൻ ഐ റിപ്പീറ്റഡ് ദ സെയിം ക്വസ്റ്റ്യൻ ഷീ ഗോട്ട് എ ലിറ്റിൽ ആംഗ്രി. അപ്പോൾ ആ സമയത്ത് അവൾക്ക് നാരാസ് ഹോക്കർ, നാരാസ് മീൻസ് ദേഷ്യം പിടിച്ചുകൊണ്ട്, ചെറുതായിട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ബോലി പറഞ്ഞു. മീഠാ ഹേ തോ ക്യോം നഹി മീഠാ ഹോഗ, മധുരമുള്ളതാണെങ്കിൽ അത് മധുരമുണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ മേംനെ ബരസോ പുരാനോ സവാൽ ഫിർ ഉച്ചാല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആ ബൂട്ടി കാങ്ങിനോട് ചോദിച്ച ആ സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എന്താണ്? ഫിറുച്ചാല, ഞാൻ വീണ്ടും ചോദിച്ചു. എന്താ ചോദിച്ചത്? കിത്തിനി ചീനി ഡാലി. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ബൂട്ടി കാങ് ഇതേപോലെ മറുപടി പറഞ്ഞ സമയത്ത് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എത്ര പഞ്ചസാരയാണ് ഇതിൽ ആഡ് ചെയ്തത്? കിത്തിനി ചീനി ഡാലി, എത്ര പഞ്ചസാര നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തതോ? ഐ റിപ്പീറ്റഡ് ദ ഓൾഡ് ക്വസ്റ്റ്യൻ അഗൈൻ. ഹൗ മച്ച് ഷുഗർ ഡിഡ് യു ആഡ്? വഹ് മുസ്കുരാക്കർ ബോലി. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏക് പൗവ. ഷീ സ്മൈൽഡ് ആൻഡ് സെഡ് 1 quarter. എന്നെ കഹ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിനേമേ തോ മീഠാ നഹി ഹോഗ, ഇറ്റ് വോണ്ട് ബി സ്വീറ്റ് ഇൻ ദിസ് മച്ച്. അപ്പോൾ ഇത്രയൊന്നും ഇട്ടാൽ എനിക്ക് ഷുഗർ സ്വീറ്റ്നെസ് ഉണ്ടാകില്ല. ആ ഒരു ഓൾഡ് വുമണിനോട് പറഞ്ഞതുപോലെ ഈ ഒരു യങ് വുമണിനോടും പറഞ്ഞു. വഹ് ഹസ്നെ ലഗി. അപ്പോൾ ആ സമയത്ത് ആ പെൺകുട്ടി ചിരിക്കാൻ തുടങ്ങി. ഫിർ ദോ ഉംഗുലിയോങ് ദിക്കാക്കർ ബോലി. അപ്പോൾ 2 വിരലുകൾ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ദോ പൗവ. എന്താണ്? 1 അല്ല 2 പൗവ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? സെയിം ആ ഓൾഡ് വുമൺ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അവരുമായിട്ട് സംസാരിച്ച ടൈമിൽ എന്തൊക്കെയാണോ ഇവർ തമ്മിൽ സംസാരിച്ചത് സെയിം കാര്യങ്ങളാണ് ഇവർ 20 വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ പറയുന്നത്. Okay, she started laughing, then pointing 2 fingers and she said 2 quarters.
സുൻകർ മുജേ ബി ഹസി ആ ഗൈ. അപ്പോൾ അവരിത് പറയുന്നത് കേട്ടപ്പോൾ എനിക്കും എന്ത് തോന്നി? ചിരി വന്നു. എനിക്കും എന്ത് വന്നു? ചിരി വന്നു. ആർക്ക്? ലേഖകിന്. തബ് തോ ജറൂർ മീഠാ ഹോഗ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഉറപ്പായിട്ടും മധുരമുണ്ടാകും. ദെൻ ഇറ്റ് മസ്റ്റ് ബി സ്വീറ്റ്. മെംനെ സന്തരേ ലിയേ അവർ പൈസ ഉസ്കി തരഫ് ബടാ ദിയ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഓറഞ്ചിൻ്റെ ക്യാഷ് അവർക്ക് നേരെ നീട്ടി. ഐ ടുക്ക് ദ ഓറഞ്ചസ് ആൻഡ് ഹാൻഡഡ് ഹർ ദ മണി. മഗർ ഉസ്നെ പൈസ ലേനെ സെ ഇൻകാർ കർ ദിയ. പക്ഷെ അവൾ ക്യാഷ് വാങ്ങിക്കുന്നതിനെ അവൾ ക്യാഷ് വാങ്ങിച്ചില്ല. ബട്ട് ഷീ റിഫ്യൂസഡ് ടു ടേക്ക് ദ മണി. ഷായദ് ഉസ്നെ മുझे പഹചാൻ ലിയ. ഒരു പക്ഷേ അവൾക്ക് എന്നെ മനസ്സിലായി കാണും, അവൾ എന്നെ തിരിച്ചറിഞ്ഞ് കാണും. പെർഹപ്പ് ഷീ റെക്കഗ്നൈസ്ഡ് മീ. മേംനെ ബി ഉസ് പരി ജൈസി നന്നീസി ലടുക്കി കോ പഹചാൻ ലിയ. ഞാനും ഉസ് പരി ജൈസി നന്നീസി, ആ ഒരു ഏഞ്ചൽ ലൈക്ക് ആയിട്ടുള്ള ആ ഒരു ചെറിയ കുഞ്ഞു കുട്ടിയെ എന്താണ് ഞാനും തിരിച്ചറിഞ്ഞു. എന്താ തിരിച്ചറിഞ്ഞത്? ഈ പെൺകുട്ടി ജോ അപ്പിനി നാനിക്ക് പാസ് ബൈട്ടി ഹോത്തി. ഞാൻ സംസാരിക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തിരുന്നിരുന്ന ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഫസ്റ്റ് സ്റ്റോറി വായിച്ച സമയത്ത്. അപ്പോൾ ആ പെൺകുട്ടിയാണ്, ഒരു ഏഞ്ചലിനെ പോലെ കാണാൻ ഭംഗിയുള്ള ആ പെൺകുട്ടിയാണ് ഇതെന്ന് ഞാനും ആ സമയത്ത് തിരിച്ചറിഞ്ഞു. ഓക്കെ. ഐ ടു റിക്കഗ്നൈസ്ഡ് ദാറ്റ് ഏഞ്ചൽ ലൈക്ക് ലിറ്റിൽ ഗേൾ ഹു യൂസ്ഡ് ടു സിറ്റ് നെക്സ്റ്റ് ടു ഹർ ഗ്രാൻഡ് ദാറ്റ് വാസ് ദിസ് യങ് വുമൺ. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് സ്റ്റോറി. ഈ ഒരു രീതിയിൽ സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ എടുത്തത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്